ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഇന്നാണ് എൻ്റെ യാത്ര. ഇന്ന് വേറെ എവിടേക്കോ അല്ല, ഉടുപ്പിയിലേക്കാണ് കേട്ടോ. ഉടുപ്പി നമ്മുടെ ഷൂട്ടിൻ്റെ കാര്യമായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നലെ സുലൈം രുദ്രയൊക്കെ മാമിയുടെ വീട്ടിലേക്ക് പോയി. ഇപ്പോൾ ഞാനേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ എനിക്കിവിടെ എന്ന് പറഞ്ഞാൽ എനിക്ക് വൈകുന്നേരമാണ് കേട്ടോ ട്രെയിൻ. വൈകുന്നേരം വന്നിട്ട് ട്രിവാൻഡ്രത്തു നിന്നാണ് നമ്മൾ 3 പേരിപ്പോൾ പോകുന്നുണ്ട്. 3 പേര് നമ്മുടെ അനീഷ് ബ്രോ ഉണ്ട്, നമ്മുടെ അജയ് ബ്രോ ഉണ്ട്. നമ്മളെല്ലാവരും ട്രിവാൻഡ്രത്തു നിന്ന് ഒത്തുചേരും. ഇവിടെ നിന്ന് എനിക്കിനി കുറച്ച് തുണികൾ കഴുകാനുണ്ട്, തുണികളെല്ലാം ആക്കിയിടാനുണ്ട്. പിന്നെ റൂമൊന്ന് ക്ലീൻ ചെയ്യണം. റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ട് വണ്ടി ഒന്ന് ഒതുക്കി വയ്ക്കണം. പിന്നെ ഈ താടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫുൾ ക്ലീൻ ഷേവ് അടിച്ച് നല്ല ക്ലീൻ ആക്കണം. അതിന് മുമ്പ് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അതെല്ലാം ഒന്ന് സെറ്റാക്കണം. അതൊക്കെയാണ് പരിപാടി. അതിനുശേഷം എല്ലാം ഒതുക്കിയിട്ട് രുദ്രയും സുലയും പോയി കാണണം. അവരെല്ലാവരെയും കണ്ടിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ഒതുക്കിയിട്ട് വരെ. അപ്പോൾ ഷേവൊക്കെ ചെയ്ത് എല്ലാം ക്ലീനായി സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. റെഡിയായി. എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമെല്ലാം ക്ലീൻ ചെയ്ത് തുണികളെല്ലാം കഴുകിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ വണ്ടിയും കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നേരെ സുലയും കുഞ്ഞിനെ കാണാൻ പോകണം. അവിടെ പോയി രുദ്രയും സുലയും കണ്ടിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ, അവിടെ പിന്നെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് പോകും. ട്രിവാൻഡ്രത്ത് നിന്നാണ് പിന്നെ എനിക്ക് അവിടെ നിന്നാണ് കേട്ടോ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബാക്കിയുള്ള ടീമുകളൊക്കെ അവിടെ വരും. അപ്പോൾ ഞാൻ നേരെ സുലയും കുഞ്ഞിൻ്റെ അടുത്തോട്ടെ. അച്ഛാ പോണേ, അമ്മ പോണേ, പോട്ടേ. ഓക്കെ, എൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഗൈസ്. ഞാൻ മാമീരെ വീട്ടിൽ വന്നേട്ടാ. എവിടെ പാറു? എവിടെ? പാറു കിടക്കുന്നു. പാറുവേ, രുദ്രേ, രുദ്രേ എന്നെ കളഞ്ഞിട്ട് ഇന്നലെ വന്നതാണ് ഇവിടെ. അറിഞ്ഞൂടാ. ഞാനേ ഒരു വള മേടിച്ചേട്ടാ കയ്യിലിടാൻ. നോക്ക്, ഞാൻ ഒന്ന് കയ്യിലിട്ടിട്ട് വരട്ടെ. ചേരോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ അളിയനും കൂടെ പോയിട്ട് അത് കയ്യിൽ കയറ്റാൻ നോക്കട്ടെ. ഒരുവിധപ്പെട്ട വളയൊന്നും കയ്യിൽ കയറത്തില്ല. എവിടെ നീ എന്തിനാ പട്ടിയെ? പട്ടി വിളിച്ചുകൊണ്ട് ഓടിയല്ലേ നീ? എറിഞ്ഞാടാ. പിന്നെ വാ, സോപ്പെടുന്നുണ്ടോ? വാ പിടി. അപ്പോണ് ഇട്ട് തരണത്. കൈ കേറിയാ മതി. ഈ ഭാഗം വീതിയുണ്ട്. ഒരുവിധപ്പെട്ട വള അതേ സൈക്കിൾ അതൊന്ന് വെള്ളം നനച്ചു. ഊരാൻ പറ്റുമെന്നുള്ള കാര്യമുള്ളൂ. ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമല്ലോ. അതിവിജയകരമായിട്ട് കൈ കയറ്റിയിരിക്കുകയാണ് കൈ. മറ്റേതേ വലിയ വളം ഇപ്പം കിട്ടായില്ല. ആ വാച്ച് മൊത്തം നനയാണ്. പണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ വാട്ടർ പ്രൂഫ് വാച്ച് മേടിച്ച് പിന്നെ ആ വാച്ച് കെട്ടി ആറ്റിൽ കുളിക്കും. വാച്ച് കെട്ടി ആറ്റിച്ചാണ് പണ്ട് പഠിക്കുന്ന സമയത്ത്. അളയാ വാച്ചിൽ വെള്ളം കയറുകയാണ്. വാട്ടർ പ്രൂഫ് ആണല്ലേ, അതിട്ടുണ്ട് ആറ്റിച്ചാണ്. അപ്പൊ എങ്ങനെയുണ്ട്? എത്ര വർഷമാണെന്നറിയാമോ ഞാൻ വളയിട്ടിട്ട്? ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഇട്ടതാണ്. ഗൾഫിൽ പോണ സമയത്ത് ഊരി വെച്ചിട്ട് പോയാണ്, പിന്നെ ഇട്ടിട്ടേ ഇല്ല. എടാ ഇത് തുറക്കാക്കുന്നില്ലടാ പാപ്പു. താക്കോലുണ്ട്, തുറക്കാക്കുന്നില്ല. ഞാൻ കുറച്ചു നേരമായിട്ട് പിടിച്ചു.
ചവിട്ട്, നീ ഇവിടെ ഇട്ട് ചവിട്ടി നീക്ക്, ഞാൻ തള്ളിത്തരാം, നീ ചവിട്ടിയാ മതി. ചവിട്ട്. ബോക്സ് കൊള്ളത്തില്ല, എടുക്കാൻ പറ്റത്തില്ല, അത് ഇളകി പോകുന്നു. അവിടെ വെച്ച് തന്നെ എടുത്തപ്പോഴത്തേക്ക് ആ മാമ എടു നീ, ഞാൻ പറഞ്ഞു മാമ അത് എടുക്കാൻ പറ്റുന്നില്ല, അത് ഇളകി പോകണോണ്ട് എടുക്കാൻ പറ്റുന്നില്ല, നീ എടു. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടേ, ഇനി ഞാൻ പോയിട്ട് വരുന്നവരെ ഇവിടെ ഇരിക്കും. ഓക്കെ. അപ്പോൾ എൻ്റെ ട്രെയിൻ വരാറായി ചേട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, ട്രെയിൻ വരാൻ സമയമായി ചേട്ടാ. 4:10 വർക്കല റെയിൽവേ സ്റ്റേഷനിൽ വരും. നമ്മുടെ അജയ് ബ്രോ കൊല്ലത്തുനിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും സീറ്റ് കിട്ടുമോയെന്ന് അറിയത്തില്ല, നോക്കാം. നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് 7:30-ക്കാണ് കേട്ടോ. 7:30-ക്കുള്ള മാവേലി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് കയറി സ്ഥലം പിടിക്കാനായിട്ട്. സീറ്റ് ബുക്ക് ചെയ്തിരുന്നു, നമുക്ക് കിട്ടിയില്ല. ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, അറിയത്തില്ല, ഇനി അവിടെ പോയിട്ട് അന്വേഷിക്കണം. ഓക്കെ, എന്തിനാണെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ട്രെയിൻ വരട്ടെ. ബാഗ് ഞാൻ കൊണ്ടുപോട്ടു. ഇതെന്തൊരു ഭയങ്കര യാത്ര ചെയ്തിട്ട് ഒന്നും പോലെ ഉണ്ടല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അനീഷ് വരാണ്ട്. അനീഷ് ബ്രോ വെമ്പായം എത്തി കേട്ടോ. ഇനി എത്ര നേരം എടുക്കുമെന്ന് അറിയാൻ വയ്യ. അനീഷ് എന്തിനാണ് പറഞ്ഞു? അതിൽ നമുക്ക് അറിയാൻ പറ്റുമോ എങ്ങനെ നമ്മൾ എത്രാമത് എത്തിയെന്നുള്ള? സ്റ്റേഷൻ എത്തിയെന്ന് അല്ല, പിന്നെ വെയിറ്റ് ലിസ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ. അതൊരു സംഭവം ഉണ്ട്, നമുക്ക് തിരക്കാം. മറ്റേ ഇതിൽ നോക്കാൻ പറ്റൂലേ? വേർ ഇസ് മൈ ട്രെയിനിൽ നോക്കാക്കൂലേ? ഇല്ല, അതിൽ നോക്കാൻ പറ്റില്ല. നോക്കിയായിരുന്നു? അല്ല, ഇത് നമ്മുടെ ടിക്കറ്റ് കൺഫേം ആയെന്നുള്ളതിൻ്റെ. ഓ, അതെവിടെ അന്വേഷണങ്ങൾ ചോദിച്ചാലോ? ടിക്കറ്റ് ഇതുവരെ കൺഫേം ആയല്ലോ കേട്ടോ. മിക്കവാറും അന്വേഷണത്തിൽ പോയി തിരക്കി നോക്കാം. നമ്മൾ അന്വേഷണത്തിൽ പോയി തിരക്കി നോക്കട്ടെ. എടാ, പൊടിയാണ്ട വിഷയം. എനിക്കും പൊടിയാണ് വിഷയമായത്. ഇവിടെ എവിടെ കൊണ്ടാണ് എൻക്വയറി കാണാനില്ല. അന്വേഷണം ഇൻഫർമേഷൻ ഒരു ആരോ ഉണ്ട്, ആളുണ്ടാന്നറിയാൻ വയ്യ. എന്തിനു പറഞ്ഞു? കൗണ്ടർ 12-ലേക്ക് പോകാൻ പറഞ്ഞു. അപ്പോഴാ അവിടെ പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യണം നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്തായെന്നുള്ളത്. തന്നെ നമ്മളിപ്പോഴത്തെ സ്റ്റാറ്റസ് ഒന്നും അടിപൊളി സ്റ്റാറ്റസ് ആണ്. ടിക്കറ്റ് കള്ളണ്ടിയാണ്. അപ്പോൾ നമ്മൾ പോയി ചെക്ക് ചെയ്യട്ടെ. പോയി ചോദിക്കട്ടെ. ടിക്കറ്റ് ബുക്കായില്ല. അപ്പോൾ നമ്മൾ
ലോക്കൽ ജനറൽ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കണം കേട്ടോ. നമ്മുടെ ചെറുക്കൻ പോയി ക്യൂവിൽ നിൽക്കുകയാണ്. ഓ, പിന്നെ രാത്രി 12 മണിക്കേ ഉള്ളൂ. 12 മണിക്കുള്ളത് നമ്മളവിടെ എത്തപ്പോൾ ഉച്ചയാവും. അപ്പോഴത്തേക്ക് പിന്നെ താമസമോ അത് വേണ്ട. ടിക്കറ്റ് കിട്ടിയാ? കിട്ടി. എന്തൊരു പൈസ? അത് ടിക്കറ്റ് എടാ 3 തന്നെ എടുത്തത്. ആ എനിക്കതിന് ഉറപ്പില്ല. 2, 4, 6, 615. ഓക്കെ. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്ലാസ്സാണ് കിട്ടിയത് കേട്ടോ. അതെ, സെക്കൻഡ് ക്ലാസ് ഇരുന്ന് പോയിട്ട് പോവാം. എന്തെങ്കിലുമൊക്കെ നടക്കും. അപ്പം പുറത്തോട്ട് പോകാം. എനിക്ക് വയ്യ. അന്നേ നമുക്ക് അനീഷിനൊക്കെ അത് പുറത്ത് പോകണം. അനീഷ് പുറത്ത് വരും. മറ്റേ പടത്തിൻ്റെ ലൊക്കേഷൻ ഇവിടെ. ഏത്? മറ്റേ ഇന്ദ്രത്തിൻ്റെ സിനിമ ഉണ്ടല്ലോ. ഇന്ദ്രത്തിൻ്റെ ഒരു സിനിമ. നമ്മൾ അനശ്വരമായിട്ടുള്ള കാറിനകത്ത് വരുന്നത് ഇവിടെ ആക്കും രാത്രിയിൽ. ഞാൻ കണ്ടില്ല പടം. പേരറിയാത്ത പടം. അപ്പോൾ എന്തിനായാലും അനീഷ് വരാൻ കുറേ സമയം എടുക്കും. അപ്പോഴത്തേക്ക് നമ്മൾ പോയിട്ട് നല്ലൊരു ചൂട് പപ്സും റിലാക്സ് ചെയ്യാം. ചായ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് നല്ല ചൂട് പപ്സും ചായയും കഴിക്കാൻ പോകുന്നു. അതേപോലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് പോയിരുന്നു. ഷവർമ അൺബോക്സ് ചെയ്യാം. എന്തൊക്കെ മേടിച്ച്? ഷവർമ റൊമാനിയ റൊട്ടി. നമുക്ക് ഷവർമ അൺബോക്സ് ചെയ്യാം. എൻ്റെ തല നീ വേഗിലോട്ട് പോടാ. ഇതിൻ്റെ തല എവിടെയാടാ? ഇത് മൂടാണോടാ? റൊമാനി ഷവർമ വെയിറ്റ് ചെയ്യണം. 10 എത്ര ഉണ്ടെന്ന് പറയണത്. ഒരു 7.5. അത്രേ കൊള്ളാമോ? ഇത് എന്തൊക്കെ ഉണ്ട്? ഫീൽ ചെയ്യുന്നുണ്ട്, ഇറച്ചി ഫീൽ ചെയ്യുന്നുണ്ടോ? കഴിച്ചോ? ചായ വാങ്ങാം. ചായ. അയ്യോ, നാട്ടുകാർ പോയിരുന്നു. നമ്മുടെ അനീഷ് ബ്രോ സ്ഥലത്തെത്തി. അപ്പോൾ ഏതോ ഹോട്ടലിൻ്റെ ഫ്രണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആര് പിടിച്ചത്? ആ, നമ്മൾ തമാശ അല്ല, അത് തന്നെ. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് ചെയ്യും, ടൈം ആകുമ്പോൾ ചെയ്യും. ഏത് ഹോട്ടലാണ്? വഴി തെറ്റിക്കല. ടൈമില്ല. സീറ്റ് കിട്ടുമെന്തോ അതറിഞ്ഞൂടാ. ഹോട്ടലുകളുണ്ടായിരുന്നു. നമ്മൾ ചെയ്യണം. വേണ്ട സാർ മറ്റേ സിനിമയിലെ കൊള്ളാം. ഇമ്രാൻ സാർ. ഇമ്രാൻ പേര് കേട്ടുണ്ട്. ഇമ്രാൻ എന്ന് പറഞ്ഞ എന്നിട്ട് ഒരു കമന്റ് ആളെ കണ്ടില്ലടാ. പടം കണ്ടില്ല, കണ്ടിട്ടിടാ. പുതിയ ബാഗ് കലിപ്പായി. ഇനി കുഴപ്പമില്ല, നമുക്ക് എഴുതാം. രണ്ടു മതി. എടാ, ഒരു കറിയും കൂടെ വാങ്ങണോ? ഒരു റോസ്റ്റ് കൂടെ പറയട്ടാ. പറയണോ? ഒരു റോസ്റ്റ്. നിങ്ങൾക്ക് 2 വേണോ 3 വേണോ? പൊറോട്ട 3 ബീഫ് റോസ്റ്റ് ഉണ്ടോ? ഞാൻ പിടിച്ചായിരുന്നോ? എനിക്കറിയാൻ പിടിക്കുക. ഇതേ റിവ്യൂ ഒന്നുമില്ലല്ലേ. ഞാൻ അല്ല. നമ്മളെ ഇതിങ്ങനെ വഴി നമ്മൾ ആക്കി വെച്ചിരിക്കുകയാണോ? എന്നാലെങ്കിലും എടുക്കോ? വരൂ പെട്ടെന്ന് പോവാം. എടാ
കോട്ടയം വഴി പോണ വണ്ടിയാണ്. നമ്മളെന്ന് സ്ഥിരം പോണ വണ്ടിയല്ലേ. സ്വാമിമാര് കയറും. സീറ്റ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ശബരിമല സീസൺ ആയതുകൊണ്ട് സ്വാമിമാരൊക്കെ ഒരുപാട് കാണാൻ സാധ്യതയുണ്ട്. ഒരു രക്ഷയില്ല. എന്തിനാവുമെന്തോ ചെന്ന് നോക്കാം. എന്തായാലും ഇനി അരമണിക്കൂറേ ഉള്ളൂ. നമ്മൾ 1 മണിക്കൂർ മുമ്പൊക്കെ കയറിയിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു മൂല കയറി ഇരിക്കുകയായിരുന്നു. നോക്കാം. തിരിഞ്ഞു നോക്കണം. താഴെ ഇറങ്ങി നിർത്താതെ താഴെ ഇറങ്ങി നിർത്താതെ താഴെ ഇതിന് നോക്കൊണ്ട് പോവും. മോന്ത അടിച്ച് താഴെ കിടക്കും. ട്രെയിൻ കണ്ടുപിടിച്ചു ചേട്ടാ. പക്ഷേ സീറ്റ് കിട്ടുമെന്നുള്ള കാര്യം ഇപ്പോഴും നമുക്ക് സംശയമാണ്. ഒന്നാമത്തെ കാര്യം ശബരിമല സീസൺ ആയതുകൊണ്ട് സ്വാമിമാർ ഫുള്ളായി കാണും. എങ്കിൽ പിന്നെ എടാ ഇപ്പോഴും ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ലല്ലേ? സ്വാമിമാർ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്തിനാണ്? കോട്ടയല്ലടാ, വേറെ ഒന്നുണ്ട്. ശേ, ഞാൻ എപ്പോഴും പറയുന്നില്ല, പക്ഷേ ഓർമ്മ കിട്ടാനില്ല. ഷോ കാണിച്ചുകൊണ്ട് പോകണോണ്ടായിരിക്കും. എങ്ങനെ? ഓ അങ്ങനെ.